ഹലോ ഗൈസ്, ഞങ്ങൾ സൈറ്റിക്ക് പോവാണ് രാവിലെ. അതെ, സമയം 10 മണി. 10 മണിക്ക് ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങി. പറയൂ ഹലോ പറ. ഹെൽമെറ്റ് ഇടാത്തത് അവിടുന്ന് ഓഫീസിൽ കുറച്ചുള്ളൂ, മുന്നിലാണ്. അതാണേ. അപ്പൊ ആ സൈറ്റിലെത്തി, ഇവിടുന്ന് ഇറങ്ങിയത് എത്തി. വിശേഷങ്ങൾ കാണാം. അതെ, അത്രേ ഉള്ളൂ. ഇവാനു ഡേയ് കാഴ്ചയില്ല. ഇവാന് ചെമ്പരത്തി പൂവിനെ നോക്കുക. എത്തിട്ടോ ഗൈസ്. ഞാനല്ല, വെള്ളല്ല വെള്ളം. ഞാന് എനിക്ക് വെള്ളം കണ്ടാല് കുറച്ച് കുട്ടി ഹിന്ദിക്കാരൻ കുട്ടിയെ ഞാനാ കളിച്ചാനാണേ ഞാനെന്ന് പറയാക്കറിയാം. ചിലപ്പോ എന്താ ഉദ്ദേശിക്കണാവോ. വെള്ളം കണ്ടപ്പോ നല്ല നടക്കത്തില്ല. ഒന്ന് നടന്ന നമ്മളൊന്ന് അവിടേക്ക് എത്തൂല ചേച്ചി. കുട്ടി നടക്കട്ടെ, കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. ഇന്നിപ്പോ ചളിയൊന്നുമില്ല, കുട്ടി നടക്കുന്നുണ്ട്. അപ്പുറത്തെ റോഡ് മോശം കൊണ്ട് ഞങ്ങൾ നടവഴിയിലൂടെ നടക്കുകയാണ്. എന്റെ കുട്ടി നടക്കുകയാണ്. അപ്പോൾ ഇന്നെ മാത്രം ആരും കാണൂല അധികം. എങ്ങനെ കാണാനാ? ഞാനല്ലേ വീഡിയോ എടുക്കണ്. ചേച്ചി പിന്നല്ല, എന്റെ കുട്ടീനെ തട്ടി. ഞങ്ങളത്തെ ബ്ലാക്കാ, ഇപ്പം മാത്രം ബ്ലാക്ക് ഇട്ടില്ല. ഓനക്കൊരു ബ്ലാക്ക് ഇട്ടാ മതി. ആ സൈറ്റ് ചെവി പിടിച്ച് വലിച്ചു. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു, അല്ല ജ്യൂസ് കുടിക്കാൻ. ഇമിലി മുട്ടായി മതിയുണ്ട്. അത് ഞാനാ. രണ്ടാളും മുട്ടായി അങ്ങനെ. ഞാൻ അവിടെ ഉണ്ട്, ഇച്ചൊന്ന് വാങ്ങി തന്നാ മതി. ഒന്നെടുത്ത് തൊള്ളിയിലിട്ട് കൊടുത്താ മതി. അവിടെ ഇരിക്കണ്ടടാ നീക്കി. ഞങ്ങൾ താറാമുട്ടി അവിടെ ഒരു താറാമുട്ട തിന്നു. ഏട്ടാ വിമാനം ഉറങ്ങിയൊക്കെ പോയി വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണല്ലേ. സൈറ്റിൽ കൂടെ പോകാണ്ട് കുറച്ച് പരിപാടികളുണ്ട്. സൈറ്റിൽ കൂടെ പോയൊക്കെ വന്നിട്ട് വേറെ പരിപാടി ഇല്ല. കുരുമുളക് കോഴിമുട്ടാണ് കുട്ടികൾ കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ നേരെ കുട്ടികൾ കോഴിമുട്ട കൊടുക്കും. ഞാൻ കൊടുക്കല്ല, കോഴിമുട്ട നാടൻമുട്ട കൊടുക്കലില്ല. ഓംലേറ്റ് കൊടുക്കും. പുഴുങ്ങിയതും കൊടുക്കാൻ കഴിയും. കാടമുട്ടയും ഇതും കൊടുത്ത് ശ്വാസം മുട്ടുണ്ടാവും. കഷ്ടമരുന്നുണ്ട്. അങ്ങനത്തെ പോകും. എന്താ മോനെ ശ്വാസം മുട്ടുണ്ടായിരുന്നില്ല. എപ്പൊ നോക്കിയോലെ ശ്വാസം മുട്ടാക്കാം. എന്നിട്ട് ആടലോടകത്തിന്റെ ആടലോടകത്തിന്റെ ഇലയും കുരുമുളകും ജീരകവും ഒക്കെ പടം അതിന്റെ പൊടിക്കും. ഒരു പൊടി, ആ പൊടി ഇങ്ങനെ വെറുതെ വായിലിട്ട് പിന്നെ പനിക്കൂക്കടല ഇടും. ഡെയിലി രാവിലെ പനിക്കൂക്കടല പിഴിയ, അതും കൂട്ടിയും തേനും. ഹലോ ഹലോ. അപ്പൊ ഞങ്ങള് ചായയൊക്കെ കുടിച്ചിറങ്ങി.
ഇനി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അട്ടപ്പാടി പോവുകയാണ്, ഗാലക്സി റിസോർട്ടിൽ. ഡ്രൈവർ ആയതുകൊണ്ട് ബാക്കിൽ മറ്റേ ജീവൻ പണയം വെച്ചിട്ടിരിക്കണം, കുട്ടി മടിയിൽ ഓർമ്മ. അത് മനസ്സിലായോ? അതെ, സജിലാണ് വണ്ടി ഓടിക്കണത്. ഈ അട്ടപ്പാടി വളവിലൊക്കെ നല്ല പോക്കുണ്ട്. ചേച്ചി കടന്നിട്ട് ഇടങ്ങാറാവണ്ട. പിടിച്ചിരിക്കണം. അതാ അതിന് തെളിവ് ചേച്ചി പിടിച്ചിട്ടായിരിക്കണേ. ജീവമണി പിടിച്ചിരുന്നോളി പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ സജിലാജ് എന്ത് ചെയ്യണം, ഒന്ന് മയത്തിൽ പോവാ വണ്ടി കൊണ്ട്. റോഡ് ശരിയല്ലേ, ബി കെയർഫുൾ. ഞങ്ങളെ EV വണ്ടി പിന്നെ കൊണ്ടുപോകാൻ പറ്റൂല, അങ്ങനത്തെ സ്ഥലം അല്ല. പറ്റാവും, പക്ഷെ അവിടെ ചാർജിങ്ങിന്റെ സംഭവമില്ല. എങ്ങനെ അതൊന്ന് നേരെ പറഞ്ഞു? ചാർജിങ് സ്റ്റേഷൻ അല്ല അവിടെ. അപ്പൊ നമ്മളെ നമ്മളെ സ്വന്തം നാനോ, ഞങ്ങളെ കൊറേ ഭാഗത്തുനിന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ വണ്ടി പറയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പോക്കിന്റെ ഉദ്ദേശം പലതാണ്. എന്താ സജില? അതിന് പാർട്ട് 2 പാർട്ട് 2 വരും എന്തൊക്കെയാണ്. ഈ ബ്ലോഗ് ഇവിടെ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ പാർട്ട് 2 എല്ലാരും ഞങ്ങളെ വെയിറ്റ് ആൻഡ് സീ. എല്ലാരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നാലെ കൂട്ടുണ്ടോ? അതെ. അപ്പൊ ഓക്കെ, ശരി.